ഹലോ മക്കൾസ്, അറക്കലാണ്. നമ്മുടെ NMMS വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇക്കോളജിക്കൽ റിലേഷൻഷിപ്പ്. അതായത് ജീവികൾ പരസ്പരം തമ്മിലുള്ള ബന്ധങ്ങൾ. കുറെ ഷിപ്പുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സിറ്റുവേഷൻഷിപ്പ്, ഡെലുലുഷിപ്പ് എന്നൊക്കെ. പക്ഷെ ഇതൊന്നുമല്ല, ഇത് വേറെ കുറെ റിലേഷൻഷിപ്പുകളാണ്. അതായത് ഒന്നാമത്തെ റിലേഷൻഷിപ്പാണ് പാരസൈറ്റിസം അഥവാ പരാത ജീവനം. പാരസൈറ്റിസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉദാഹരണം പറഞ്ഞു തരാം. മാംഗോ ട്രീയും ലൊറാന്തസും, അഥവാ മാങ്ങമരം മാംഗോ ട്രീമേ ലൊറാന്തസ് ഉണ്ടാവും, ഇത്തിൾ കണ്ണി ഉണ്ടാവും. ഈ ഇത്തിൾ കണ്ണിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവരെന്ത് ചെയ്യുന്നത്, ആ മാംഗോ ട്രീയിൽ നിന്ന് ന്യൂട്രിയൻസ് ഇങ്ങനെ വലിച്ചെടുക്കും. അതുകൊണ്ട് മാംഗോ ട്രീക്ക് എന്തെങ്കിലും മെച്ചുണ്ടോ? ഒരു മെച്ചില്ല. മാംഗോ ട്രീക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്തിൾ കണ്ണിക്ക് എന്താണ്, ലാഭമുണ്ട്, ന്യൂട്രിയൻസ് കിട്ടും. അപ്പൊ ഒരാൾക്ക് പ്ലസ്, ഒരാൾക്ക് മൈനസ്, ഒരാൾക്ക് ലാഭം, ഒരാൾക്ക് നഷ്ടം. അതാണ് എന്ത്, പാരസൈറ്റിസം അല്ലെങ്കിൽ പരാത ജീവനം. ഇനി അടുത്തതാണ് എന്ത്, കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം. ഇത് മറ്റൊരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ്. ഉദാഹരണം പാഡി ആൻഡ് വീഡ്സ്, നെല്ലും കളയും. ഇപ്പൊ പാടത്തൊക്കെ നെല്ല് വളരണതിന്റെ അടിയിൽ ആരുണ്ടാവും, കളകൾ ഉണ്ടാവും. ചെറിയ ചെറിയ കളകൾ, ചെറിയ ചെറിയ മറ്റു കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ ഉണ്ടാവും. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എന്താണ്, ഇവര് തുടങ്ങുന്നതിന് മുമ്പ്, നെല്ല് കൃഷി ചെയ്യുന്നതിന് മുമ്പ് രണ്ടാൾക്കും പ്രശ്നമൊന്നുമില്ല, നെല്ലിനും പ്രശ്നമില്ല, കളകൾക്കും പ്രശ്നമില്ല. പക്ഷെ നെല്ല് കൃഷി ചെയ്ത് നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ കുറെ വളവും പിന്നെ ജലവും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൃത്യമായിട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആര് ജയിക്കാം, ആര് കോമ്പറ്റീഷനിൽ, അതായത് ഈ ന്യൂട്രിയൻസും ഈ വളമൊക്കെ നെല്ലിനേക്കാൾ കൂടുതൽ ആര് വലിച്ചെടുക്കാം, ഈ കളകൾ അല്ലെങ്കിൽ ഈ വീഡ്സ് വലിച്ചെടുക്കാം. എന്നിട്ട് അവർ നന്നായിട്ട് വളരും. അതാണ് എന്ത്, കോമ്പറ്റീഷൻ. അഥവാ തുടങ്ങുന്നതിന് മുമ്പ്, മത്സരം തുടങ്ങുന്നതിന് മുമ്പ്, കൃഷി ചെയ്യുന്നത് തുടങ്ങുന്നതിന് മുമ്പ് രണ്ടാൾക്കും പ്ലസ്സും ഇല്ല മൈനസും ഇല്ല, ലാഭമില്ല നഷ്ടമില്ല. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞ് ആരാണോ ജയിക്കുന്നത് അയാൾക്ക് പ്ലസ്, മറ്റേ ആൾക്ക് മൈനസ്. നെല്ല് ജയിക്കുകയാണെങ്കിൽ നെല്ലിന് കുറെ ന്യൂട്രിയൻസ് കിട്ടും, കളകൾ ജയിക്കുകയാണെങ്കിൽ കളകൾക്ക്, വീഡ്സിന് കുറെ ന്യൂട്രിയൻസ് കിട്ടും. അതാണ് എന്ത്, കോമ്പറ്റീഷൻ. സാധാ കോമ്പറ്റീഷൻ ആലോചിക്കുക. അപ്പൊ രണ്ടാൾ ഓട്ട മത്സരം നടത്തുകയാണെങ്കിൽ ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും, അത്രേ ഉള്ളൂ. പിന്നെ അടുത്താണ് മ്യൂച്വലിസം. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ രണ്ടാൾക്ക് മ്യൂച്വൽ ആയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും. അതായത് ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ, പൂവും പൂമ്പാറ്റയും. പൂവിന് എന്ത് കിട്ടും, പോളിനേഷൻ നടക്കും. പൂമ്പാറ്റയ്ക്ക് എന്ത് കിട്ടും, തേൻ കിട്ടും. അതൊരു മ്യൂച്വലിസമാണ്, ഒരു മ്യൂച്വൽ പരിപാടിയാണ്. അതാണ് എന്ത്, മ്യൂച്വലിസം. പിന്നെ കൊമൻസാലിസം. കൊമൻസാലിസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മാംഗോ ട്രീ ആൻഡ് വാണ്ട, മാവും മരവാഴയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതായത് ഇതൊരു മാവാണ്, ഈ മാവും എന്തുണ്ട്, മരവാഴ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. കാരണം മാവിന് പ്രത്യേകിച്ച് ലാഭമില്ല നഷ്ടമില്ല. പക്ഷെ മരവാഴക്ക് എന്ത് കിട്ടി, അറ്റാച്ച് ചെയ്യാൻ, കെട്ടിപ്പിടിക്കാൻ, പറ്റിപ്പിടിക്കാൻ ഒരു സ്ഥലം കിട്ടി. അപ്പോൾ ഒരാൾക്ക് പ്ലസ്, മറ്റാൾക്ക് പ്ലസ്സും ഇല്ല മൈനസും ഇല്ല, ലാഭമില്ല നഷ്ടമില്ല. അതാണ് എന്ത്, കൊമൻസാലിസം. ഓക്കെ, അപ്പൊ 4 ടൈപ്പ് റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചു. അങ്ങനെയെങ്കിൽ എന്റെ മുത്തുമണികളെ, ഫ്ലവർ ആൻഡ് ഹണി ബി, പൂവും തേനീച്ചയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതിൽ ഏത് റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സോ സീ യു സൂൺ. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഗുഡ് ബൈ.